ഇത് ഞാൻ ഇടപെട്ട വിഷയമൊന്നുമല്ല. ഇതിനെയൊക്കെ ഞാൻ ഇടപെടുന്നതിനൊക്കെ മുമ്പ് പാർട്ടിയുടെ നേതാക്കൾ ഇവിടെ ഇടപെട്ടിട്ടുണ്ട്. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇത്തരം വിഷയങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ എത്തുന്നത്. ഞാൻ ഒറ്റയ്ക്ക് വന്നതല്ല, പാർട്ടി ചുമതലപ്പെടുത്തി എത്തിയാണ്. മാത്രമല്ല, ഈ വിഷയത്തിൽ ഒരു മുനമ്പത്ത് നിന്ന് ആരംഭിച്ചതല്ല യഥാർത്ഥത്തിൽ വഖഫ് ഭേദഗതി. ഇത് ദേശീയ തലത്തിലുള്ള ഭരണഘടനാ സംരക്ഷണത്തിന്റെ ഭാഗമായി BJP ഏറ്റെടുത്തിട്ടുള്ളൊരു മുദ്രാവാക്യത്തിന്റെ ഭാഗമായി വന്നതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഒരു ഭരണഘടന ഭേദഗതി ഇല്ലെങ്കിൽ പോലും ഭരണഘടനയെ കൃത്യമായി ബാധിക്കുന്നൊരു നിയമമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത് JPCക്ക് പോയത്. അതിനകത്ത് നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഈ ബില്ല് അവതരിപ്പിച്ചപ്പോൾ എത്രമാത്രം എതിർപ്പ് പാർലമെന്റ് പ്രകടിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ എതിർപ്പ് ഈ നിയമത്തെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ നിയമമായി ചിത്രീകരിക്കാനുള്ള വലിയ ശ്രമം നടന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അത് ഈ ഇന്ത്യ മുഴുവൻ കൊട്ടുഘോഷിക്കപ്പെട്ടാണ്. നമുക്ക് മുനമ്പം എന്നൊരു ഇഷ്യൂ മുമ്പിൽ വന്നപ്പോൾ മാത്രമാണ് കേരളത്തിലുള്ള പൊതുസമൂഹത്തിന് പോലും ഈ നിയമം ഇത്രയും അപകടകരമാണ് എന്നുള്ള ബോധ്യമുണ്ടായത്. അപ്പോൾ ആ പ്രചരണം, ഇതിനു മുമ്പ് എത്രയോ പ്രചരണങ്ങൾ, പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ഇതേ പ്രചരണം നടന്നു. പക്ഷെ ഇതിന് വാക്ക് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നിയമം വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ JPCയുടെ മുമ്പിൽ പരിഗണനയ്ക്ക് വന്നിട്ടുള്ളത് എനിക്കൊന്ന് 94,70,000 പരാതികൾ അയച്ചേക്കുന്നത്. ഒരേ പരാതി തന്നെയാണ്. പക്ഷേ പരാതികൾ അഡ്രസ്സ് ചെയ്തില്ല, അല്ലെങ്കിൽ പരാതികൾ JPC സ്വീകരിച്ചില്ല. മാത്രമല്ല, JPC ഒരു പ്രഹസനമായിരുന്നു. ഇത്തരം പ്രചരണങ്ങളാണ് കോൺഗ്രസ് അഴിച്ചുവിട്ടത്. അപ്പോൾ അതിന് JPCക്ക് എത്ര ദിവസം സമയം വേണം? അവർ പറഞ്ഞ് 4 മാസം സമയം. ആ 4 മാസം സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ വരാൻ പോകുന്ന സെഷനിൽ, അത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, വരാൻ പോകുന്ന പാർലമെന്റ് സെഷൻ, പ്രത്യേകിച്ച് ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് വരുമെന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും ആ 4 മാസം എന്ന് പറയുന്ന കാലാവധിക്കുള്ളിൽ തന്നെ അത് നമുക്ക് വാക്ക് തന്നിട്ടുള്ളതാണ്. വളരെ ശക്തമായി മുനമ്പം ഇപ്പോൾ ഡ്രാഫ്റ്റിനുള്ളത് പോലെ തന്നെ അതിലുപരിയായി മുനമ്പത്തിൻ്റെ ഉൾപ്പെടെ, മുനമ്പം മാത്രമല്ലല്ലോ, ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്നൊരു വിഷയമാണ്, മുനമ്പത്തിൻ്റെ ഉൾപ്പെടെ വിഷയങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാനുള്ള നിയമ ഭേദഗതി ആ ബില്ലിൽ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്.